മമ്മൂക്കയുടെ ടർബോ എന്ന ചിത്രത്തിൻ്റെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഇന്നലെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് വന്നത് മുതൽക്ക് തന്നെ ചില ആളുകൾക്കും ചില ചാനൽക്കാർക്കും ക്രീമി കടി തുടങ്ങിയിരിക്കുകയാണ്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നലെ മമ്മൂട്ടി കമ്പനിയാണ് പുറത്ത് വിട്ടത് FBയിലൂടെ ഈ ചിത്രത്തിൻ്റെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 52,11,00,000 രൂപ എന്നാണ് അവർ പോസ്റ്ററിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വന്നത് മുതൽക്ക് തന്നെ ചില ആളുകൾക്ക് കുരു പൊട്ടി സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ചിത്രത്തിന് നേരെയും മമ്മൂക്കക്ക് നേരെയുമുള്ള ചില വ്യക്തിഹത്യ പോസ്റ്ററുകളൊക്കെ കാണാനിടയായി. ഫിലിം ഗാരേജ് യൂട്യൂബ് ചാനലിൽ പറയുന്നത്, ആദ്യം ഈ ഒരു പോസ്റ്റർ വന്ന സമയത്ത് ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത് അതിനുശേഷം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത്രത്തോളം കളക്ഷൻ ഒന്നും വന്നിട്ടില്ല, ടർബോ കളക്ഷൻ ഫുള്ള് തള്ളാണ്, ചിത്രത്തിൻ്റെ ആകെ 4 ദിവസത്തെ കളക്ഷൻ ട്രാക്കേഴ്സ് പുറത്തു വിടുന്നത് 44-45 കോടിക്ക് ഇടയിലാണ് കളക്ഷൻ വന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അറിയാലോ അദ്ദേഹം ആരുടെ ഫാനാണെന്ന്. ടർബോ എന്ന ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് നൽകുകയും അതോടൊപ്പം തന്നെ അതിനിടയിൽ കൂടെ മമ്മൂക്ക എന്ന നടനെ ട്രോളുകയും ചെയ്യുന്ന ഒരു ചാനലാണ് ഫിലിം ഗാരേജ്. ഇങ്ങനത്തെ ശിഖണ്ഡികളോടൊക്കെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഒന്നെങ്കിൽ നീ മമ്മൂക്ക അപ്ഡേറ്റ് നൽകാതിരിക്കുക, അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുക. ഫിലിം ഗാരേജിനെ റീച്ച് കിട്ടാൻ മമ്മൂട്ടി അപ്ഡേറ്റ് വേണം. ദിവസവും അദ്ദേഹം ടർബോ എന്ന ചിത്രത്തെക്കുറിച്ച് 4-5 വീഡിയോസാണ് ചെയ്യുന്നത്. സിനിമ പ്രൊഡ്യൂസ് ചെയ്ത മമ്മൂട്ടി കമ്പനി 52,11,00,000 രൂപ വേൾഡ് വൈഡ് നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ പിന്നെ നിനക്ക് ഇവിടുന്നാണ് വേറെ കണക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഫിലിം ഗാരേജ് എന്ന ചാനലിൽ പലവട്ടം മമ്മൂക്ക എന്ന താരത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള വീഡിയോസാണ് ദിവസവും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇക്കാര്യം? ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിരുജന.